പ്രൈസ് ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് യഹോവയുടെ നാമത്തെക്കുറിച്ച് ഡിഫറെന്റ് നെയിംസിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുമായിരുന്നു. നമുക്കറിയാം നമ്മുടെ ദൈവത്തിന് യഹോവ റാഫ, യഹോവ ഷമ്മ, എൽ റോയി, എൽ ഷദായ് അങ്ങനെ പല പല പേരുകളുണ്ട് അല്ലെ. എന്നാൽ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയില് ആദ്യം എഴുതിയേക്കുന്ന പേര് ഹിബ്രുവില് എലോഹീം എന്നുള്ള പേരാണ്. അതായത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പം ആ ദൈവം എന്നുള്ള സ്ഥാനത്ത് ഹീബ്രുവിൽ എലോഹീം എന്നാണ് എഴുതിയേക്കുന്നത്. ആ വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദ മൈറ്റി ക്രിയേറ്റർ, തന്റെ വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയ ദൈവമാ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ആ പേരിങ്ങനെ പഠിക്കുമ്പോ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ടൊരു ബോധ്യം തരുമായിരുന്നു. നമ്മൾ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യഹോവേ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നത് ആ മൈറ്റി പവർഫുൾ ഗോഡിനെയാണ്, ആ മൈറ്റി ക്രിയേറ്ററിനെയാണ്. ബിക്കോസ് എലോഹീം ഈസ് ദ മൈറ്റി ക്രിയേറ്റർ. ഓരോ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ ദൈവമേ യഹോവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന ആ നാമത്തിന്റെ പവർ എന്താണ്? ഹല്ലേലൂയ. ഹീസ് ഓൾ പവർഫുൾ, ഹീസ് എ മൈറ്റി ക്രിയേറ്റർ. ഹല്ലേലൂയ. നമ്മളെയും സൃഷ്ടിച്ച ദൈവമാണ് അല്ലെ. തന്റെ ജീവശ്വാസം ഊതി നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ്. അതുപോലെ നമുക്ക് പുതിയ നിയമത്തിൽ നമുക്കറിയാം, നമ്മള് ആ അപ്പന്റെ ആകാനുള്ള അവകാശം കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ പിതാവ് ആരാണ്? ഹല്ലേലൂയ. ഹീസ് ഓൾ പവർഫുൾ, ഹീസ് എ മൈറ്റി ക്രിയേറ്റർ. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യവും ദൈവമേ എന്ന് വിളിക്കുമ്പോ, യഹോവേ എന്ന് വിളിക്കുമ്പോ ആ നാമത്തിന്റെ ഹല്ലേലൂയ പവർ എന്താണ്, അർത്ഥം എന്താന്നുള്ള ആ ഒരു ബോധ്യത്തോട് നമ്മൾ ഓരോ പ്രാവശ്യവും കർത്താവിനെ വിളിക്കുമ്പോ, ഹല്ലേലൂയ, യഹോവയുടെ നാമം എടുക്കുമ്പോ, ഹല്ലേലൂയ, ആ നാമത്തിന്റെ മേല് അതിനുള്ള വിടുതലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മുടെ ഏത് സാഹചര്യത്തിലും ഏത് വിഷയത്തിന്റെ മധ്യത്തിലും വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നതെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ഓരോ പ്രാവശ്യവും യഹോവ എന്ന ആ ഹോളി നെയിം, ആ പവർഫുൾ നെയിം, ആ മൈറ്റി ക്രിയേറ്ററിന്റെ നെയിം എടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.